ഹലോ ഗൈസ്, എന്തെല്ലാം സെറ്റല്ലേ? ഇത് നമ്മുടെ ഇലോൺ മാസ്കിൻ്റെ റോക്കറ്റൊന്നും അല്ല കേട്ടോ. അത് ഇവിടുത്തെ ഒരു പൂന്തോട്ടത്തിലുള്ള ഒരു കാഴ്ചയാണ്. പാലസിലാണ് വർക്ക്. പാലസിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. ഓക്കെ, ഇന്നത്തെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാഡേ തന്നെയാണ്. ഇൻട്രാഡേയിൽ സ്കാൽപ്പിംഗ് ആണ്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാര സമയത്തിനുള്ളിൽ പ്രോഫിറ്റ് എടുത്ത് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുക എന്നുള്ളതിനാണ് ഈ സ്കാൽപ്പിംഗ് എന്ന് പറയുക. ചിലർ 5 മിനിറ്റ് എടുക്കും, ചിലർ 10 മിനിറ്റ് എടുക്കും, 15 മിനിറ്റ് എടുക്കും. ഞാനും സാധാരണ 10-15 മിനിറ്റ് എടുക്കാറുണ്ട്. ഇത് ജസ്റ്റ് 2 മിനിറ്റിൽ നടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ലോട്ടറി പോലെ, അതൊരു ലെക്കായിരുന്നു. ആ ലെക്ക് ഞാൻ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എന്തുള്ള ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ സാധാരണ ചെയ്യുന്ന ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യില്ലേ, ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ഉണ്ടാവും. അതിൽ കയറുമ്പോൾ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാണുന്ന ആ മൂവ്മെൻറ്റ് ഒരു 1-2 മിനിറ്റിനകത്ത് അത് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും ഒന്നും ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് സൈഡിലേക്കും നമ്മൾ ഓർഡർ ചെയ്ത സൈഡിലേക്കും എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയോ, ഇത് കണ്ടോ, ഇൻഡസ് ബാങ്കാണ് പരിപാടി. ഓക്കെ, ട്രേഡിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതാ നോക്ക്, ഏറ്റവും താഴെ കണ്ടോ 95% ആൾക്കാരും സെല്ലഡ് ചെയ്യുന്ന സാധനമാണ്. ഇതാണ് ഞാൻ ബൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനകത്ത് ഇപ്പോൾ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ സ്റ്റാർട്ട് ആയതുകൊണ്ട് ഇതിപ്പോൾ എന്ത് വേണേലും എത്രയും പെട്ടെന്ന് കിടക്കും, മൂവ്മെൻറ്റ് മേളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ബൈ അടിച്ചത്. 95% ആൾക്കാരും സെല്ല് ചെയ്ത്. ഓക്കെ, ഞാൻ നേരത്തെയും ഇതുപോലെ എല്ലാവരും സെല്ല് ചെയ്ത സാധനം ഞാൻ ബൈ ചെയ്തിട്ട് അതിന് പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ട്. അത് എപ്പോഴും നടക്കണ കാര്യമല്ല കേട്ടോ. നമുക്ക് ചാർട്ടിലേക്ക് വരാം. ഞാൻ പറഞ്ഞ പോലെ അവൻ തുടങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് ഇതാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ബൈ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. ഓക്കെ, ബൈ ചെയ്യാം. അടുത്ത ആ ഒരു ക്യാൻഡിൽ മേലോട്ട് വരുമ്പോൾ പ്രോഫിറ്റ് എടുക്കുക, ഇറങ്ങുക, അത്രേ ഉള്ളൂ. ഓക്കെ, ക്വാണ്ടിറ്റി 199. ഓക്കെ, 199 ബൈ. കമോൺ ബ്രോ, 199 ബൈ ചെയ്തേക്കുന്നത്. ഇത് ഓർഡർ പർച്ചേസ് ആയിട്ടുണ്ട്. ഇത് ഇതിനകത്തൊരു സംഭവം എന്ന് വെച്ചാൽ തൊട്ടടുത്ത ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ അത് ഗ്രീനായിട്ട് എത്രയും ഇറങ്ങിയോ അത്രയും ഒരൊറ്റയടിക്ക് മേലോട്ട് കയറി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോഫിറ്റും ലോസും കാണിച്ചു. അടുത്ത ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തത് എത്ര വരെ താഴോട്ട് ഇറങ്ങിയോ അത്രയും വരെ മേലോട്ട് കയറി. അത്രയും കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് നോക്കിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഓർത്ത് ഞാൻ അപ്പം തന്നെ സെല്ല് ചെയ്ത് ഇറങ്ങുകയും ചെയ്തു. അടുത്ത ക്യാൻഡിൽ വരണം നോക്കി കേട്ടോ. അടുത്ത ക്യാൻഡിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് 2500-2600 ഒരു എന്തോ പ്രോഫിറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ ചാടി ഇറങ്ങിയത്. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തേനെ. പിന്നെ ഇതിനകത്ത് എനിക്ക് ചെറിയൊരു പണി കൂടിയും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആ പണി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ. അടുത്ത ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത ഉടനെ അവൻ എത്ര ഇറങ്ങിയോ അത്രയും തന്നെ മേളിലേക്ക് കയറി. ഏകദേശം ഇപ്പോൾ പ്രോഫിറ്റ് എത്രയെന്ന് പറയാം, പോർട്ട്ഫോളിയോ നോക്കി കഴിഞ്ഞാൽ 2350. ഈ സമയമായപ്പോൾ ഞാൻ നേരെ കയറി സ്ക്വയർ ഔട്ട് ഞാൻ പുറത്തിറങ്ങി. ഞാൻ കൂടുതൽ ട്രേഡിൽ നിന്നില്ല, കാരണം സൈഡിൽ തിരക്കിലുള്ളത്. അത്യാവശ്യം ഒരുപാട് പണികളുണ്ട്. ഇനി കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ സ്കാൽപ്പിംഗ് തന്നെ ഉണ്ടാകാൻ വഴിയുള്ളൂ. കാരണം അത്യാവശ്യം നല്ല പണിയുണ്ട്, അത്യാവശ്യം നല്ല തിരക്കിലല്ലേ. ഇതിൽ ട്രേഡിങ്ങിന് ഇരിക്കാൻ സമയമില്ല. ഇത് നോക്കി, ഞാൻ അത് കഴിഞ്ഞ ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ഫോൺ എടുത്ത് ചുമ്മാ നോക്കിയത്. കാര്യം ട്രേഡ് കഴിഞ്ഞു, എന്നാലും 1 മണിക്കൂർ കഴിയുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഫോൺ എടുത്ത് നോക്കിയതാണ്. ആ രണ്ടാമത്തെ ക്യാൻഡിലും കഴിഞ്ഞ് ഞാൻ എവിടം വരെയും കയറി നോക്കി. ഏകദേശം ഒരു 8000-8500 പ്രോഫിറ്റ് കിട്ടുന്ന കേസാണ്. കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിത് നോക്കി നിന്നില്ല. സൈഡിൽ പണിയുള്ള കാരണം കൊണ്ട് അത് സ്കാൽപ്പ് ചെയ്താൽ നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ചാടി ഇറങ്ങി. പിന്നെ വെറുതെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ എൻ്റെ ഫോണിൽ അലാറം ഉണ്ട്. ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അലാറം അടിക്കും, ട്രേഡിങ് നിൽക്കാറാകുമ്പോഴും അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് സൈഡിലെ തിരക്ക് കാരണം കൊണ്ട് ചില സമയത്ത് അങ്ങനെ ഫുൾ ടൈം അങ്ങനെ അങ്ങോട്ട് നോക്കി നിന്നോളണമെന്നില്ല. അല്ല നോക്കി നിന്നോളണമെന്നുള്ളതല്ല, അതിനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങ് വിടും. ഈ പശുവിനെയൊക്കെ മറ്റേ പാടത്ത് തീറ്റെടുക്കാൻ വിടൂലേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് കയറഴിച്ച് വിടും. ഇവരെവിടം വരെ പോകണോ അങ്ങോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ. അതിലൊരുപാട് ലോസ് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഇപ്പം അങ്ങനെയുള്ള പരിപാടികളില്ല. ഇതായിരിക്കണം സാധനം നോക്കിയാൽ മോനെ, ഒരു പിയാനോ ആണ്. ഓക്കെ, ഇത് ഈ കാണുമ്പോൾ ഒരു മോഹൻലാലിൻ്റെ ഒരു പടത്തെ ഓർമ്മ ഉണ്ടാവും. മറ്റേ നെടുമുടി വേണം മോഹൻലാലുമായിട്ട് ഈ സാധനം വിൽക്കാൻ നിൽക്കുന്നത്. ഈ പെയിൻറ്റിങ് ഒക്കെ കണ്ടോ? ഇത് സാധാരണ ഏതെങ്കിലുമൊക്കെ ഈ പെയിൻറ്റർമാരുടെ ഷോപ്പിൽ എല്ലാ പെയിൻറ്റുകളും വയ്ക്കുന്ന താഴെ വല്ല പ്ലൈവുഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അതിൽ വീണ് പോയ കളറ് പോലെ തീ പിടിച്ച വില എടുത്ത് വാങ്ങിച്ചു വെച്ചേക്കണായിരിക്കും കേട്ടോ. ദൈവത്തിനറിയാം. കലയാണല്ലോ കല. എന്തെങ്കിലും ആവട്ടെ, ഈ ട്രേഡിങ്ങും ഒരു കലയാണ്. ഇതാ ഈ വിദ്വാനാണ് ആ വരച്ചേക്കുന്നത്. ഈ ട്രേഡിങ്ങും ഒരു കല തന്നെയാണ്. അതിനകത്ത് ഇപ്പോൾ ആ കല എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ എപ്പോഴും എല്ലാവർക്കും എപ്പോഴും എവിടെയും ഓടിച്ചാടി കിട്ടിക്കൊള്ളുന്നില്ല. നല്ല 8ൻ്റെ പണി വാങ്ങിച്ചിട്ടുമുണ്ട്, വാങ്ങിക്കുന്നുമുണ്ട്, ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയിലുള്ള ഒരു മൊത്തം ഒരു 7 ട്രേഡിനകത്ത് ഒരു 2 ലോസായിരുന്നു. ബാക്കി 5 പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. 4 പ്രോഫിറ്റ് ആയിരുന്നു. 1 തലയിൽ കുടുങ്ങാണ്ട് ജസ്റ്റ് ഊരി ഇറങ്ങിയെന്നുള്ളൂ. അങ്ങനെയുള്ള അവസരങ്ങൾ ഇഷ്ടംപോലെ വരാറുണ്ട്. അതിനകത്ത് സങ്കടവും ഇല്ല. കാരണം ഇപ്പോൾ എൻഡ് ഓഫ് ദി ഡേ അത് പ്രോഫിറ്റിലാണോ അല്ലയോ എന്നുള്ളതിലാണ് കാര്യം. ആ പിയാനോയുടെ അടുത്ത് വരെയും പോയി അതിൽ 2 ഞെക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് കാണിച്ചുതരാം. പിന്നൊരു കാര്യം, ഇതൊന്ന് സബ് ചെയ്യാൻ പറഞ്ഞ ഒരൊറ്റൊരുത്തരും സബ് ചെയ്യില്ല. ഒന്ന് ലൈക്ക് എങ്ങനെ അടിച്ചു വിടും, ലൈക്ക് ഇടൂ കേട്ടോ. എന്നോട് എല്ലാവരും പറയുന്നുണ്ട് ഡെയിലി വീഡിയോ ചെയ്യുമ്പോൾ ഡെയിലി വീഡിയോ ചെയ്യുന്നത് എനിക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഞാൻ ഡെയിലി വീഡിയോ ചെയ്യാം. ഇത് നിങ്ങൾക്കിട്ട് താല്പര്യമില്ല, കുറച്ച് പേര് മാത്രം ഡെയിലി വീഡിയോ ഇടുമെന്ന് പറയണം. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാനേ മടി കാണിക്കണേ. എലിപ്പെട്ടി തുറന്നു വെച്ചേക്കണ പോലെ അല്ലേ. ഒരുപാട് കമ്പിയും വള്ളിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ ഒന്ന് തൊട്ടായിരുന്നു കേട്ടോ. നേരത്തെ ഒന്ന് തൊട്ടപ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഭയങ്കര എക്കോയും. ഇതെല്ലാം ഗ്ലാസ് ഇട്ട് അടച്ചു മുട്ടിയിരിക്കുന്നതല്ലേ. സാധനം ചില്ലറ സാധനമല്ല കേട്ടോ. സാധനം സൂപ്പർ സാധനമാണ്. അതിൻ്റെ സൗണ്ടൊന്ന് കേൾക്കണം എന്നുണ്ടോ? എന്നാൽ സൗണ്ട് കേൾപ്പിക്കാം. ഒന്ന് ലൈക്ക് ചെയ്ത് വിടൂ കേട്ടോ. ഇത് കാണുമ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വിടും. സൗണ്ട് വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ കാണാം. ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് പൊക്കോ.